സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാല ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വത്തബഉ ശഹവാത് വസൗഫ യൽഖൗന ഗയ്യ. ഈ പ്രവാചകന്മാരായ ആളുകൾക്ക് ശേഷം ഒരു ചീത്ത പിൻതലമുറക്കാർ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ. ഖൽഫ് എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പിൻഗാമികളാണ്. ഖലഫ് എന്ന് പറഞ്ഞാൽ സലഫ് എന്ന് പറയുന്നത് പോലെ നല്ല പിന്മുറക്കാരനാണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഖൽഫും ഖലഫും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ചത് ഖൽഫുൻ. എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരുടെ അനുയായികളായി ചില ചീത്ത പിന്മുറക്കാർ വന്നു? ഇവർ ചീത്ത പിന്മുറക്കാരായത് എന്തുകൊണ്ടാണ്? അളാഉ സ്വലാത്ത, അവർ നമസ്കാരത്തെ പാഴാക്കി കളഞ്ഞു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശൈഖ് ഉതൈമീൻ പറഞ്ഞത് കാണാം. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഉതൈമീൻ ആ കാര്യം കുറച്ചുകൂടി വിശദമായി പറഞ്ഞത് കാണാം. നമസ്കാരം പാഴാക്കുക എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാത്തവൻ നമസ്കാരം പാഴാക്കലാണ്. കൃത്യമായി തീരെ നമസ്കരിക്കാത്തവൻ, ഇടക്കിടക്ക് നമസ്കരിക്കുന്നവൻ അവന് നമസ്കാരം പാഴാക്കുന്നവനാണ്. അശ്രദ്ധമായി നമസ്കാരം നിർവഹിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഹവേലാണ്, എന്നാൽ ശരിയായ ഖുശൂ ഇല്ല, അള്ളാഹിനെ കുറിച്ച് ഓർമ്മ അങ്ങനെ യാന്ത്രികമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, അതും പാഴാക്കുന്നവൻ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചതുപോലെ നമസ്കാരം നിർവഹിക്കാതിരിക്കുക എന്ന് പറയും. ഈ 4 വിഭാഗക്കാരും നമസ്കാരത്തെ പാഴാക്കുന്നവരിൽപ്പെട്ടവരാണ്. ഇതിൽ ആദ്യം പറഞ്ഞ ഒരുത്തനൊഴിച്ച് ബാക്കിയൊക്കെ നിസ്കരിക്കുന്നവർ തന്നെ. നിസ്കരിക്കുന്നവരെ കുറിച്ചാണ് നമസ്കാരം പാഴാക്കുന്നത്, കാരണം അതിന്റെ ശരിയായ രീതിയിലല്ല. അപ്പൊ ആ ആയത്തിന്റെ പരിധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കാത്തതിന്റെ ഭവിഷ്യത്തും അങ്ങനെ നമസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.